ഈ ലോകകപ്പിൽ കമ്മിറ്റി ടീമെന്നും ഫിഫ ബോയ് എന്നുമുള്ള നിരവധി ആക്ഷേപങ്ങൾ അർജന്റീനയും മെസ്സിയും കേൾക്കേണ്ടി വന്നിരുന്നു. അത്തരം ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ വായടപ്പിക്കുന്ന മറുപടിയുമായി ലയണൽ മെസ്സി രംഗത്ത് വന്നു. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞ് തുടർച്ചയായ രണ്ടാം തവണയും ഫൈനലിലേക്ക് മാർച്ച് ചെയ്തതിനു പിന്നാലെയാണ് മെസ്സി മറുപടി പറഞ്ഞത്. അർജന്റീനയ്ക്കും തനിക്കുമെതിരെ ഉയർന്ന റഫറിയിങ് വിവാദങ്ങളിലും ആരോപണങ്ങളിലും കടുത്ത മറുപടി നൽകി നായകൻ. തങ്ങൾക്കാരും ഒന്നും സൗജന്യമായി തന്നിട്ടില്ലെന്നും കളിക്കളത്തിൽ ചോരയും നീരും ഒഴുക്കി തന്നെയാണ് അർജന്റീന ഈ നേട്ടത്തിലെത്തിയതെന്നും മെസ്സി തുറന്നടിച്ചു. ഫിഫയുടെയും റഫറിമാരുടെയും ആനുകൂല്യത്തിലാണ് അർജന്റീന ജയിക്കുന്നതെന്ന വിമർശകരുടെ കുപ്രചരണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞാണ് മെസ്സിയുടെ മറുപടി. അറ്റ്ലാന്റയിൽ നടന്ന ആവേശകരമായ സെമിയിൽ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമായിരുന്നു മെസ്സിയുടെ 2 മാന്ത്രിക അസിസ്റ്റുകളിലൂടെ അർജന്റീന കളി തിരിച്ചുപിടിച്ചത്. അർജന്റീനയുടെ വിജയം ലോകം ആഘോഷിക്കുമ്പോഴാണ് മെസ്സി മറുപടി പറഞ്ഞത്. അർജന്റീനയ്ക്ക് ഫിഫയുടെയും റഫറിമാരുടെയും പ്രത്യേക ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്ന വിമർശകരുടെ വാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നായകന്റെ പ്രതികരണം. വിമർശനങ്ങൾക്കും സംശയങ്ങൾക്കും നടുവിലാണ് ടീം ഇത്തവണ കളത്തിലിറങ്ങിയതെന്ന് മെസ്സി പറഞ്ഞു. ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ആളുകൾക്ക് സൗകര്യമുള്ളതെല്ലാം പറഞ്ഞോട്ടെ. ആരും ഞങ്ങൾക്ക് ഒന്നും സൗജന്യമായി തന്നിട്ടില്ലെന്ന് കളിക്കളത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. കടുത്ത വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇടയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. എന്നാൽ ഈ സംഘത്തിന്റെ കഴിവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അവസാന 4-ൽ ഞങ്ങൾ ഇടം പിടിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഇപ്പോൾ ടോപ്പ് 2-വിൽ എത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. അർജന്റീനിയൻ മാധ്യമമായ ഡിവൈസി സ്പോർട്സിനോട് സംസാരിക്കവേ മെസ്സി പറഞ്ഞു. കരിയറിൽ ആദ്യമായിട്ടാണ് മെസ്സി ലോകകപ്പ് വേദിയിൽ ഇംഗ്ലണ്ടിനെ നേരിട്ടത്. അറ്റ്ലാന്റയിൽ നടന്ന ആവേശകരമായ സെമി ഫൈനലിൽ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമായിരുന്നു 6 മിനിറ്റിനിടെ 2 അസിസ്റ്റുകളിലൂടെ മെസ്സി അർജന്റീനയുടെ ശക്തമായ തിരിച്ചുവരവിന് വഴിയൊരുക്കിയത്. ഇംഗ്ലണ്ടിനോട് ഞങ്ങൾ തോറ്റിരുന്നുവെങ്കിൽ ആളുകൾ ഞങ്ങളെക്കുറിച്ച് പല അസംബന്ധങ്ങളും പറഞ്ഞു പരത്തുമായിരുന്നു. എന്നാൽ അതിന് ഞങ്ങൾ അവർക്ക് അവസരം നൽകിയില്ല. ചരിത്രപരമായ പ്രാധാന്യമുള്ള ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത് എല്ലാ അർത്ഥത്തിലും പ്രത്യേകതയുള്ള കാര്യമാണ്. ഫുട്ബോൾ മികവ് വെച്ച് നോക്കിയാൽ ഞങ്ങൾ അവരെക്കാൾ മികച്ചവരായിരുന്നുവെന്ന് ഉറപ്പുണ്ടായിരുന്നു, മെസ്സി കൂട്ടിച്ചേർത്തു. ഇംഗ്ലണ്ടിനെതിരായ ഈ ചരിത്ര വിജയം ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയ്ക്ക് സമർപ്പിക്കുന്നതായും മെസ്സി പറഞ്ഞു. കൃത്യം 40 വർഷങ്ങൾക്ക് മുൻപാണ് ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ ദൈവത്തിന്റെ കരസ്പർശമുള്ള ഗോളും നൂറ്റാണ്ടിന്റെ ഗോളും നേടി മറഡോണ അർജന്റീനയ്ക്ക് 2-1 ഐതിഹാസിക വിജയം സമ്മാനിച്ചത്. ഒരു സംശയവുമില്ല, സ്വർഗത്തിലിരുന്ന് അദ്ദേഹം ഈ വിജയം പൂർണ്ണമായും ആസ്വദിക്കുന്നുണ്ടാകും. ഇന്ന് അദ്ദേഹത്തിനും ഏറെ പ്രത്യേകതയുള്ള ദിവസമാണ്. ഈ സന്തോഷം അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, മെസ്സി പറഞ്ഞു. അറ്റ്ലാന്റയിൽ നടന്ന ആവേശകരമായ സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ നാടകീയ വിജയമാണ് അർജന്റീന സ്വന്തമാക്കിയത്. 55-ാം മിനിറ്റിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് മുന്നിലെത്തിയെങ്കിലും മെസ്സിയുടെ 2 മനോഹരമായ അസിസ്റ്റുകളുടെ പിൻബലത്തിൽ എൻസോ ഫെർണാണ്ടസും ലൗട്ടാരോ മാർട്ടിനസും നേടിയ ഗോളുകൾ അർജന്റീനയെ വിജയത്തിലെത്തിക്കുകയായിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരുടെ മറ്റൊരു ഐതിഹാസിക തിരിച്ചുവരവായിരുന്നു അറ്റ്ലാന്റ കണ്ടത്.